ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് ഞാൻ കുറച്ച് കോവയ്ക്ക് എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇതിനെ ഒന്ന് റൗണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോഴും കോവയ്ക്ക, വിഴുക്ക് വരട്ടി, തോരൻ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്ത് നമുക്കിന്നൊരു അച്ചാറിലേക്ക് വേണ്ടിയാണ്. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കോവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കോവയ്ക്ക അരിയുമ്പോൾ ഒന്ന് ഇത്തിരി കട്ടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിന് ഇനി ഒന്ന് നമുക്ക് വശക്കിയെടുക്കാം. നല്ലതായിട്ട് ചുവക്ക വശക്കിയെടുക്കേണ്ട, ചെറിയ രീതിയിലൊന്ന് കളർ മാത്രം മാറിയാൽ മതി. ചുവപ്പ് കളർ വന്ന കോവയ്ക്കായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം, മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കോവയ്ക്ക ഇത്രയാവുമ്പോഴത്തേക്ക് നമുക്കതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റി കൊടുക്കാം. ഇത് മാറ്റിയതിന് ശേഷം ആ എണ്ണ കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതേ എണ്ണയിൽ തന്നെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഞാൻ കൂടുതലാണ് ഇട്ട് കൊടുക്കുന്നത്, ഒരു 5 സ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയെ കൂടി ഇട്ട് കൊടുക്കാം. ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഇത് നീളത്തിലരിഞ്ഞെടുത്തിട്ട്, ചെറുതാണെങ്കിൽ മുഴുവനോട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കൂടി ഒരു കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിനെയും കൂടി ചേർത്ത് തന്നെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇത്രയാവുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം, ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം, കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് പൊടിയെല്ലാം പച്ചമണം മാറുന്നതിനെ വറുത്ത് കൊടുക്കാം. ഞാൻ സ്റ്റൗവിന് ഓഫ് ചെയ്തിട്ടാണ് അത് ഇട്ട് കൊടുത്തത്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, പച്ചവെള്ളമല്ല. നിങ്ങൾക്ക് വിനാഗിരി വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വിനാഗിരി ഒഴിക്കുന്നില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ ഉപ്പ് പൊടിയല്ല ഇടുന്നത്, ഉപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് നല്ലതുപോലെ തിളച്ചതിന് ശേഷം തിളച്ച് വറ്റിച്ചെടുക്കണം. കുറച്ചുകൂടി വറ്റിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് തണുക്കാൻ വയ്ക്കണം. തണുത്തതിന് ശേഷം നമുക്ക് വശക്കി വെച്ചിട്ടുള്ള കോവയ്ക്ക് ഇതിലേക്ക് എടുത്ത് തട്ടിക്കൊടുക്കണം. തട്ടിക്കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കണം. ഈർപ്പമില്ലാത്ത ബോട്ടിലിൽ നമുക്ക് അടച്ചു വെച്ച് ഉപയോഗിക്കാം. നല്ലൊരു അച്ചാറാണ്, ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിലായിട്ട് കാണാം. ബൈ ബൈ.